ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് മെക്കാനിക്സ് ഓഫ് സോളിഡ്. ബിടെക്കിന്റെ 2024 റിവിഷനിൽ വരുന്ന സബ്ജക്റ്റ് ആണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. സബ്ജക്ട് കോഡ് PCMET 302. സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. സോ ഇന്നത്തെ ഈ സബ്ജക്റ്റിനകത്ത് മെക്കാനിക്സ് ഓഫ് സോളിഡിൽ നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഓക്കെ, നമ്മൾ പ്രീവിയസ് സബ്ജക്റ്റുകളിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചാണ് അല്ലേ? അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മെക്കാനിക്സ്? ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ്സ് ആണ്. നമുക്കറിയാം മാറ്റേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. അതിൽ സോളിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? എന്താണ് സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ബേസിക്കലി 1ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്, ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നതാണ്. സോളിഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ടാവും, ഹാവ് ഡെഫിനിറ്റ് വോളിയം. അതേപോലെ തന്നെ അതിനകത്തെ മോളിക്യൂൾസ് എല്ലാം എന്താണ്? ഇന്റർഅറ്റോമിക് ഫോഴ്സസ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് എല്ലാം പരസ്പരം സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. അതൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അതിന് ഫ്ലോ എബിലിറ്റി കുറവാണ്. ഇങ്ങനെയുള്ള ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ സോളിഡ്സിൽ പഠിച്ചതാണ്. ദെൻ വാട്ട് അബൌട്ട് മെക്കാനിക്സ് ഓഫ് സോളിഡ്? മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു സോളിഡിനകത്തേക്ക്, അല്ലെ ഏതെങ്കിലും ഒരു സോളിഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഏതെങ്കിലും ഒരു സോളിഡ് ബോഡിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ഫോഴ്സ് വരുമ്പോൾ, ഇപ്പം നമ്മുടെ മേത്തേക്ക് ഒരു ഫോഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഫോഴ്സിന്റെ എഫക്ട് ഫീൽ ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയിലേക്ക്, ഇപ്പോൾ ഇതൊരു ബോഡി ആണെങ്കിൽ ആ ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ബോഡിക്ക് പലതരത്തിലുള്ള ഡീഫോർമേഷൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവാം. മേ ബി അത് ചിലപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയൽ അനുസരിച്ച് ചിലപ്പോൾ ആ സോളിഡ് എന്താവാം? ബ്രേക്ക് ആയി പോവാം. ചിലപ്പോൾ ആ സോളിഡ് സംഭവിക്കും ചെറിയ ഒരു ചേഞ്ചസ്, ആ ഷേപ്പിൽ ചേഞ്ചസ് ഉണ്ടാവാം അല്ലെ? ചെറിയ രീതിയിൽ മാത്രം ഡിഫോം ആയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ആയി പോവാം. ചിലപ്പോൾ ഡിഫോം ആയിക്കൊണ്ടേയിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടേഴ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് മെക്കാനിക്സ്? ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സ് ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് അകത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൗ ദേ സോളിഡ് ബിഹേവ്സ് ആണല്ലോ. എങ്ങനെയാണ് ആ സോളിഡ് ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? ദാറ്റ് സ്റ്റഡി ഈസ് നോൺ ആസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. സോ മെക്കാനിക്സ് ഓഫ് സോളിഡിനെ മറ്റൊരു പേരും കൂടി നമ്മൾ അറിയുന്നുണ്ട്. എന്താണ്? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. സോ ആ ഒരു മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്നുള്ള ഡെഫിനേഷൻ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. മെക്കാനിക്സ് ഓഫ് സോളിഡ് ഓൾസോ നോൺ ആസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് എ സോളിഡ് ഒബ്ജക്ട് വെൻ ദേ സബ്ജക്ട് ടു ഫോഴ്സ് ഓർ മൊമെന്റ്. ഏതെങ്കിലും തരത്തിലുള്ള ഫോഴ്സോ ഒരു മൊമെന്റോ ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ആ ഫോഴ്സിനും മൊമെന്റിനും ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ബോഡി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു? ബ്രേക്ക് ആയി പോവാണോ, അല്ലെങ്കിൽ ഡിഫോം ആയി പോവാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് ചേഞ്ച് ആവുകയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നത്? ഇതൊക്കെ പഠിക്കുന്ന ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്, ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സിനെയാണ് നമ്മൾ എന്ത് പറയാ? സോളിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മെക്കാനിക്സ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് അബൌട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ? നമ്മൾ പറഞ്ഞു മെക്കാനിക്സ് ഓഫ് സോളിഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണല്ലോ. വൈ ഇറ്റ് ഈസ് സെഡ് ടു ബി? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയാൻ കാരണം എന്താണ്? ആക്ച്വലി നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ബോഡി, ആ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് അല്ലെ? ഞാൻ പറഞ്ഞു ആ ബോഡി ഒരു സോളിഡ് ബോഡി ആണെങ്കിൽ പല ടൈപ്പ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. ആ സ്ട്രക്ചറിനകത്ത് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിൽ പലതരത്തിലുള്ള കൊഹസീവ് ഫോഴ്സ് തമ്മിലുള്ള ഒരു ഇന്റർഅറ്റോമിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർഅറ്റോമിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലാണ് അത് എന്ത് ചെയ്യുന്നത്? ആ ഒരു ബോഡി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ബോഡി ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ നോക്കിയാൽ 2 മോളിക്യൂൾസ് ആണെങ്കിൽ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഒരു കൊഹസീവ് ഫോഴ്സിലായിരിക്കും നിൽക്കുക. സോ ഈ കൊഹസീവ് ഫോഴ്സിനെയാണ്, അല്ലെങ്കിൽ ഈ കൊഹസീവ് ഫോഴ്സിനെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് തരത്തിലുള്ള ഫോഴ്സ് ആണ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? സോ എത്രത്തോളം ആ കൊഹസീവ് ബോണ്ടിങ് അല്ല കൊഹസീവ് ഫോഴ്സ് അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും, അല്ലെങ്കിൽ ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മെറ്റീരിയൽ. പറഞ്ഞാൽ മനസ്സിലായോ? സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. എന്താണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ? വെൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ എ ബോഡി. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൺസിഡർ ചെയ്യുക, അതൊരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നു. ദ ബോഡി ടെൻസ് ടു അണ്ടർഗോ സം ഡീഫോർമേഷൻ. സ്വാഭാവികമായിട്ടും ഡീഫോർമേഷൻ, കാരണം ഇതൊരു ടെൻഡിങ് ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ആ കോസീവ് ഫോഴ്സ് എത്രത്തോളം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം എന്ത് ചെയ്യും? ആ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് ആക്ച്വലി ഇത്രയും ടൈറ്റിൽ നിന്ന് ബോഡിക്ക് ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് ആ ടൈറ്റ് ഡിഫോർമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ ഉണ്ടാവും. എപ്പോഴാണോ ആ കോസീവ് ബോണ്ടിങ് വിട്ടുന്നത്, ദാറ്റ് നമുക്ക് പറയാം ബ്രേക്ക് ആയി എന്ന് പറയാം. സോ എത്രത്തോളം അത് ഡിഫോം ചെയ്യാൻ പറ്റും? സോ സം ഡിഫോർമേഷൻ. ഓക്കെ, ഡ്യൂ ടു ദ കോസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾ ദ ബോഡി എക്സിസ്റ്റ് അല്ലെങ്കിൽ റെസിസ്റ്റ് ദ ഡിഫോർമേഷൻ. ആ ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഡിഫോർമേഷൻ ഉണ്ടാവാതിരിക്കാൻ ആ ബോഡിക്ക് എത്രത്തോളം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദിസ് റെസിസ്റ്റൻസ് ബൈ വിച്ച് മെറ്റീരിയൽ ഓഫ് ദ ബോഡി ഒപ്പോസ് ദ ഡിഫോർമേഷൻ ഈസ് കോൾഡ് എന്താണ്? സ്ട്രെങ്ത്. അപ്പൊ എത്രത്തോളം നമുക്ക് ആ ഡിഫോർമേഷനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് ആ ബോഡി എന്നുള്ളതാണ് ആ ബോഡിയുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. അപ്പൊ മെക്കാനിക്സ് സോൾഡ് ആയിക്കോട്ടെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? ആഫ്റ്റർ ഓൾ നമ്മൾ എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്.
ഓക്കെ, സോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അതിന്റെ ബേസിക് എന്ന് പറയുന്നത് തന്നെ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് ആണ് അല്ലേ. സോ നമ്മൾ ഒരു ബോഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽസിനെ പല രീതിയിൽ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറെന്റ് പ്രൊഡക്ട്സിലേക്ക് വരുന്നത്. സോ നമുക്ക് ഇപ്പം ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മറ്റേ ലെയ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു സോളിഡ് റോഡാണ്, ആ സോളിഡ് റോഡിനെ എനിക്ക് എന്ത് ചെയ്യണം, ഒരു സീംലെസ് ട്യൂബായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അങ്ങനെ വരുമ്പോൾ ആ റോഡിലേക്ക് നമ്മൾ പല തരത്തിലുള്ള ഫോഴ്സുകൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഏത് തരത്തിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഏത് ഡയറക്ഷനിലേക്ക് പോകാം, ഏതൊക്കെ മാനുഫാക്ചറിങ് പ്രൊസീജിയർ നമ്മൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് പഠിക്കണം, ആ ഒരു സോളിഡ് ബോഡിയിലേക്ക് അല്ലെങ്കിൽ സോളിഡ് ബോഡിയുടെ പ്രോപ്പർട്ടി, ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് അറിഞ്ഞ് ആ മെറ്റീരിയലിലേക്ക് ഏത് തരത്തിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഫോർജ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനുഫാക്ചറിങ് പ്രോസസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്കുള്ള കൺസ്ട്രക്ഷൻ പോസിബിൾ ആകുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ പറഞ്ഞു ഒരു ബോഡിയിലേക്കുള്ള ഫോഴ്സ്. സോ ആ ഫോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബേസിക് ടേം ആണ് സ്ട്രെസ്. സ്ട്രെസ്. സോ വാട്ട് ഈസ് സ്ട്രെസ്? സോ ആസ് പെർ ദ ഡെഫിനിഷൻ, സ്ട്രെസ് can be defined as it is the force, resistive force per unit area. So stress നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? It is the resistive force per unit area. So stress is the measure of internal force per unit. എന്താണ് ഈ internal force? Okay, so consider a body. ഞാനൊരു ബോഡി കൺസിഡർ ചെയ്യാണ്. ഇതാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ബോഡി എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഞാൻ ഈ ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. എനി ടൈപ്പ് ഓഫ് ഫോഴ്സസ്, ചിലപ്പോൾ കംപ്രസീവ് ആയിരിക്കാം, ചിലപ്പോൾ ടെൻസൈൽ ടൈപ്പ് ആയിരിക്കാം, വലിച്ചു നീട്ടുമായിരിക്കാം, അടിച്ച് പരത്തുമായിരിക്കാം, അല്ലെങ്കിൽ ടാൻജൻഷ്യലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. എനിവേ പല ടൈപ്പ് ഓഫ് ഫോഴ്സ് കൊടുക്കുന്നു. സോ ഈ ഫോഴ്സ് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ദിസ് ഒരു 3 ഡയമെൻഷണൽ സെക്ഷൻ ആയിട്ട് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു സെക്ഷനിലാണ്. സോ ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൺസ് തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ. എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, ആ ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഒപ്പോണന്റ് ആയിട്ടുള്ള ഒരു റിയാക്റ്റീവ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് എന്താണ്, ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതായത് ഏത് ഏരിയ സെക്ഷനിലാണോ ആ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് നോൺ ആസ് റെസിസ്റ്റീവ് ഫോഴ്സ് പെർ ഏരിയ. സോ ദ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയാം, സ്ട്രെസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ ആസ് പെർ ദി ഇക്വേഷൻ, സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് സിഗ്മ. സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, റെസിസ്റ്റീവ് ഫോഴ്സ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്നുള്ളതാണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ്ലി സെയിം ആയിരിക്കും. ബട്ട് ഡെഫിനിഷൻ വൈസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ഫോഴ്സ് ആണ്, റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, സോ ദിസ് റെസിസ്റ്റീവ് ഫോഴ്സ് പെർ ഏരിയ, എഫ് ഡിവൈഡ് ബൈ ഏരിയ, ഈസ് നോൺ ആസ് എന്താണ്, സ്ട്രെസ്. എന്താണ് യൂണിറ്റ് നോക്കൂ, ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ്. ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വാട്ട് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ? ഇൻ സിംപ്ലി നമ്മൾ അങ്ങനെ എന്ത് പറയാം, പാസ്കൽ എന്ന് പറയാം, പാസ്കൽ. ഓക്കെ, സോ 1 megapascal എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, 1 × 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കൺവേർഷൻസും നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ബേസിക് ആയിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണ്, വാട്ട് ഈസ് സ്ട്രെസ്. ഇക്വേഷൻ വൈസ് സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ക്ലിയർ ആണല്ലോ? ആ കാര്യം ക്ലിയർ ആണ്. സോ ഇത് നമ്മൾ ബോഡിയിലേക്ക് കൊടുത്ത ഫോഴ്സിന് കറസ്പോണ്ടിങ് ആണ് കേട്ടോ സ്ട്രെസ്. ഇനി ആ ബോഡിക്ക് എന്തുണ്ടായി അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഡീഫോർമേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. ആ ബോഡി ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ റെസിസ്റ്റൻസ് പവർ കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് എന്ത് സംഭവിക്കും, ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. മേ ബി ഇറ്റ്സ് ഒരു ചെറിയ ലിമിറ്റിലേക്ക് ഉണ്ടാവും, ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്യാൻ ശ്രമിക്കും അല്ലേ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ്, ആ ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ത് പറയുന്നത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടേം ആണ് സ്ട്രെയിൻ. സോ ഒരു ബോഡിയിലേക്ക് ഇതുപോലെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഇതുപോലത്തെ ഒരു ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ബോഡിയിലേക്ക് ഇങ്ങനെ ഒരു പുള്ളിംഗ് ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ സംഭവിക്കും, ആ ബോഡിക്ക് ഒരു ചെറിയ ഡീഫോർമേഷൻ ഉണ്ട്. ചിലപ്പം അതിനെ വലിച്ചു നീട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ ലെങ്ത്, ഇനീഷ്യൽ ലെങ്ത് എല്ലാണെന്ന് വിചാരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കും ആ ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവും. പാരലലി അതിന് എന്തുകൊണ്ടുണ്ടാവും, അതിന്റെ ലാറ്ററൽ ഡയമെൻഷൻസിന് ചേഞ്ച് ഉണ്ടാവും, ഡയമെൻഷൻസിന് വേരിയേഷൻസ് ഉണ്ടാവും. മേ ബി ഇൻക്രീസസ്, മേ ബി ഡിക്രീസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഫോഴ്സസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു ചേഞ്ച് ഉണ്ടായി, ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായി. ഇനീഷ്യൽ ലെങ്ത് L, ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് L + Δ L എന്ന് പറയുന്ന ചേഞ്ച് ഉണ്ടായി. ദാറ്റ് മീൻസ് അവിടെ എന്ത് പറയാം, ലെങ്ത് വൈസ് അതിനൊരു ഇൻക്രിമെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കൂടുതൽ ലെങ്ത് ഒന്ന് കുറച്ച് കൂടിയെന്ന് പറയാം. സോ ഇവിടെ ഉണ്ടാവുന്ന ഈ ഡയമെൻഷണൽ ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആണ് സ്ട്രെയിൻ. So how can we define strain? Strain is defined as the
ratio of the original dimension, sorry, change in dimension to the original dimension. എന്താണ് പറയാ? It is the ratio of the change in dimension to the original dimension. As we know, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത ബോഡി. ഹാവിംഗ് ലെങ്ത് എത്രയാണ്? L ആണ്. ഓക്കെ, സോ ഞാൻ F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഒരു ലോഡ് ഈ ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്തു. ഇറ്റ് ഈസ് എ ടെൻസൈൽ ടൈപ്പ് ഓഫ് ഫോഴ്സസ്. ഓക്കെ, സോ ടെൻസൈൽ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആയതുകൊണ്ട് അതിന്റെ ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ സ്വാഭാവികമായി ചേഞ്ചസ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ചേഞ്ച് ചെയ്ത് എത്തായിട്ട് മാറി L പ്ലസ് ഡെൽറ്റ എൽ ആയി. എത്രയാണ് ഇവിടെ ചേഞ്ച് ചെയ്ത ലെങ്ത്? ഇനീഷ്യൽ ലെങ്ത് L, ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് L പ്ലസ് ഡെൽറ്റ എൽ. സോ അവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെൽറ്റ എൽ. ഓക്കെ, ഡെൽറ്റ എൽ. സോ ഇവിടുത്തെ ഡയമെൻഷൻ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. സോ സ്ട്രെയിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എപ്സിലോൺ എന്നാണ്. എപ്സിലോൺ എന്ന് പറയുന്ന ലെറ്റർ ആണ്. പല ലെറ്ററുണ്ട്, ചിലപ്പോൾ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാൻഡേർഡ്. നമ്മൾ എപ്സിലോൺ എന്ന് പറയാറുണ്ട്, ഇ എന്ന് പറയാറുണ്ട്, സ്മോൾ ഇ എന്ന് പറയാറുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എപ്സിലോൺ എന്ന് പറയുന്ന ലെറ്റർ ആണ്. സോ എപ്സിലോൺ സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെയിൻ. സോ ഇറ്റ് ആസ് പെർ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്? ലെങ്ത് ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. എത്രയാണ് അവിടുത്തെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ? ഡെൽറ്റ എൽ ആണ്. സോ ഡെൽറ്റ എൽ, ഓക്കെ, ഡിവൈഡ് ബൈ ദ ഒറിജിനൽ ഡയമെൻഷൻ. ആ കറസ്പോണ്ടിങ് ആണ് ഉണ്ടായിരുന്ന ഒറിജിനൽ ലെങ്ത് എത്രയാണ്? എൽ ആണ്. സോ ദിസ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അവിടുത്തെ യൂണിറ്റ് നോക്കിയേ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം എന്താണ്? സെയിം ഡയമെൻഷൻ ആണ്. സോ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. സ്ട്രെയിൻ ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഹോപ്പ് യു ഗൈസ് ആർ ക്ലിയർ? സ്ട്രെസ്സും സ്ട്രെയിനും. ഓക്കെ, സോ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടേം ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന ഡിഫോമബിൾ ടൈപ്പ് ആണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? സോ സ്ട്രെസ്, സ്ട്രെയിൻ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഈ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് പലതരത്തിലാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോഴ്സ്, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഫോഴ്സ് കുറേ ടൈപ്സ് ഓഫ് ഫോഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രെസ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിനുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോർമൽ സ്ട്രെസ്. ശ്രദ്ധിക്കണം, ഞാനിവിടെ നോർമൽ സ്ട്രെസ് സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ആക്സിയൽ സ്ട്രെസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആക്സിസ്, വാട്ട് യു മീൻ ബൈ ആക്സിസ്? ഇതൊരു ബോഡി ആണെങ്കിൽ ഈ ബോഡിയുടെ ആക്സിസ് എക്സ് ഡയറക്ഷൻ ഓർ വൈ ഡയറക്ഷൻ. നമ്മളിവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈസ് എക്സ് ഡയറക്ഷൻ സ്ട്രെസ് ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇത് വേണമെങ്കിൽ എനിക്ക് രണ്ട് എൻഡിൽ നിന്നും അല്ലെ ഈ ഒരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് അല്ലെ ഓപ്പോസിറ്റ് ഒരേ ഡയറക്ഷനിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ടെൻസൈൽ ടൈപ്പ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടൈപ്പ് ആണ് എന്താ പറയുക? കംപ്രസീവ് ടൈപ്പ്. എന്താണ് വ്യത്യാസം? ടെൻസൈൽ ടൈപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ലെങ്ത്തിൽ ഇൻക്രിമെന്റ് ഉണ്ടാവും. കംപ്രസീവ് ടൈപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും, കറസ്പോണ്ടിങ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ആ ഒരു വേരിയേഷൻ ആണ്. അതാണ് ടൈപ്സ് ഓഫ് ഫോഴ്സിനനുസരിച്ചുള്ള വേരിയേഷൻ എന്ന് പറയുന്നത്. എനിവേ സ്റ്റാർട്ട് വിത്ത് നോർമൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്, കംപ്രസീവ് സ്ട്രെസ്. എനിവേ എന്താണെങ്കിലും നമ്മൾ പഠിച്ച ഡെഫിനിഷൻസിന് ചേഞ്ച് ഇല്ല. നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നോർമൽ ഫോഴ്സ് ബൈ ഏത് ഏരിയ സെക്ഷനിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ക്രോസ് സെക്ഷണൽ ഏരിയ, നോർമൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ സിഗ്മ ടി എന്ന് കൊടുത്തു. ഇറ്റ് ഈസ് ദ ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. വാട്ട് അബൌട്ട് കംപ്രസീവ് സ്ട്രെസ്? കംപ്രസീവ് സ്ട്രെസ് ആകുമ്പോൾ സിഗ്മ സി എന്ന് കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് എ കംപ്രസീവ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. കറസ്പോണ്ടിങ് ലോഡ് എന്താണോ ആ ലോഡ് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. യൂണിറ്റ് ചേഞ്ച് ഇല്ല, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ സെയിം തന്നെ. ഓക്കെ, ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെയിൻ നോക്കാം. സോ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ആണ് നമ്മൾ എന്താ പറയുക? നോർമൽ സ്ട്രെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ. നേരത്തെ കേസിനകത്ത് എന്താണ്? ഒരു ടെൻസൈൽ കണ്ടീഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ നോക്കി, ഇനീഷ്യൽ ലെങ്ത് L, ചേഞ്ച് ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് L പ്ലസ് ഡെൽറ്റ L. വാട്ട് ഈസ് ദ ചേഞ്ച് ലെങ്ത്? ഡെൽറ്റ L. സോ ഡെൽറ്റ L ഡിവൈഡ് ബൈ L. ദിസ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഈ സെയിം കേസ് ഇവിടെ നോക്കിയേ, കംപ്രസീവ് സ്ട്രെസ് ആണ്, കംപ്രസീവ് കണ്ടീഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇവിടെ നോക്കിയേ, ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ലെങ്ത് L, കംപ്രസീവ് ഫോഴ്സ് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. വാട്ട് ഹാപ്പൻ? ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ലെങ്ത് ഡിക്രീസ് ചെയ്യും, ബട്ട് വാട്ട് ഹാപ്പൻ? ഏരിയ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ സൈഡ് വൈഡ് ഡയറക്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെയും ചേഞ്ച് ദ ലെങ്ത് ഡെൽറ്റ L ബൈ L എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലാറ്ററൽ ഡയമെൻഷൻ ആയതുകൊണ്ട് ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതാം. ഓക്കെ, ഇനിഷ്യൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നോക്കി, ഇവിടുത്തെ ബ്രെഡ്ത്ത് ബി ആയിരുന്നു, ഇവിടുത്തെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ബി മൈനസ് അല്ലെങ്കിൽ ബി ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്തു, ഡെൽറ്റ ബി ആണ് അവിടെ ചേഞ്ച് ചെയ്ത ബ്രെഡ്ത്ത്. സോ ഡെൽറ്റ ബി ബൈ ബി. എങ്ങനെയാണെങ്കിലും എന്താണോ അവിടുത്തെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ദ ഒറിജിനൽ ഡയമെൻഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോഴ്സ്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് ആൻഡ് സ്ട്രെസ്സും സ്ട്രെയിനും ആണ് നോർമൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെയിനും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷിയർ കണ്ടീഷൻ ആണ്. കുറച്ച് വേരിയേഷൻ ഉണ്ട്. ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും. എന്താണ് ഷിയർ സ്ട്രെസ്? ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ മറ്റൊരു പേരിലൂടെ പറയാറുണ്ട്, ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയും. ടാൻജൻഷ്യൽ സ്ട്രെസ്, കറസ്പോണ്ടിംഗ്ലി ടാൻജൻഷ്യൽ സ്ട്രെയിൻ. ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ
നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുകയാണ്. ആ ബോഡിയുടെ ബേസ് ഞാൻ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്, വിചാരിക്കുക ഫിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് സർഫസിന് പാരലായിട്ട് മാത്രം അപ്ലൈ ചെയ്യുന്നു. സർഫസിന് പാരലായിട്ട് ലൈക്ക് ദിസ് വേ. ഇവിടെ നോക്കിയേ, ഈ ഒരു ബോഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡ് ഷെയ്ഡിലാണ് ഞാൻ താഴത്തെ പോർഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താഴത്തെ പോർഷൻ ഞാൻ ഫിക്സ് ചെയ്തിട്ട് ഈ ഒരു സർഫസിന് പാരലായിട്ട് മാത്രം ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് ആ ഫോഴ്സ് ബോഡി. ഓക്കെ, നോർമൽ സർഫസ് ഞാൻ എ ബി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു എ ബി എന്ന് പറയുന്ന സർഫസിന് പാരലായിട്ട്. ദാറ്റ് മീൻസ് എ ബി എന്ന് പറയുന്ന സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട്. ഓക്കെ, സോ ആ ഒരു സർഫസിൽ മാത്രം ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അതിന് ടാൻജൻഷ്യൽ എന്നുള്ള പേര് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻ, ഇത് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഈ എ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോഡിക്ക് എന്ത് ചെയ്യും, ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും, ടോപ്പ് സൈഡ് ഇൻക്ലിനേഷൻ മാത്രം. ഓക്കെ, ഒരു ടാൻജൻഷ്യൽ ഡീവിയേഷൻ ആണ് ഉണ്ടാവുക. ദാറ്റ് ടാൻജൻഷ്യൽ ഡീവിയേഷൻ ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു അതിനാണ് പറയുന്നത് ആ സ്ട്രെയിൻ നമ്മൾ പറയുന്നതാണ് എന്ത്, ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കിയേ, ഇവിടെ ഉണ്ടാകുന്ന വേരിയേഷൻ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ സംതിങ് ഒരു ചെറിയ ടിൽറ്റ് ഉണ്ടായിട്ട് വേറൊരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എ ഡാഷ്. ദാറ്റ് മീൻസ് എ തീറ്റ ആംഗിൾ ഡീവിയേഷൻ ഇസ് എക്സിസ്റ്റ് ഹിയർ. കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഫിക്സ്ഡ് ആണ്. വാട്ട് ഹാപ്പൻ, ദിസ് ഓൾസോ വിൽ ബി ഷിഫ്റ്റഡ് ടു ബി ഡാഷ്. എത്രയാണോ ഇവിടുത്തെ ഡീവിയേഷൻ, ആ സെയിം ഡീവിയേഷൻ ഇവിടെ ഉണ്ടാവും. ഈ ടാൻജൻഷ്യൽ ഫോഴ്സിനെയാണ് എഫ് ടി എന്ന് കൊടുക്കുന്നത്. ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ടോ ആണ്. Tau which is equal to the tangential force divided by the area. Okay, so tangential force divided by area അല്ലെങ്കിൽ shear force divided by area എങ്ങനെ വേണമെങ്കിലും പറയാം. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എങ്ങനെ ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. ഇത് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡീവിയേഷൻ ആണ്. സോ ഈ തീറ്റ വാല്യൂ എത്രയാണോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഞാൻ ഇവിടുത്തെ ഈ ബോഡിയുടെ ലെങ്ത് L ആണ് എന്ന് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഷിഫ്റ്റിംഗ് ഡിസ്റ്റൻസ് എക്സ് എന്ന് കൊടുക്കുന്നു. എക്സ് അറിയില്ല, ഇവിടെ എത്ര ഡിസ്റ്റൻസോ അത്രയും ഡിസ്റ്റൻസ് സെയിം ഇവിടെയും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. വാട്ട് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഹിയർ? എ ഡാഷ് അല്ലെ, ഈ ഒരു കണ്ടീഷൻ ആണ് എടുക്കുന്നതെങ്കിൽ എ ഡാഷ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ്. ദിസ് ഈസ് ദ അഡ്ജസൻറ്റ് സൈഡ്. സോ ആസ് പെർ അവർ ഡ്രോയിങ് എക്സ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ലെങ്ത് എത്രയാണ്? എൽ ആണ്. സോ എക്സ് ഡിവൈഡ് ബൈ എൽ. ടാൻ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എന്താണ്? ഫോർ എ സ്മോൾ ആംഗിൾ ഓഫ് തീറ്റ, ദാറ്റ് മീൻസ് ആംഗിൾ ചെറുതാണെങ്കിൽ ഫോർ എ സ്മോൾ ആംഗിൾ ഓഫ് തീറ്റ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. കേട്ടിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ടാന്റെ ഏറ്റവും ചെറിയ ആംഗിൾ ടാൻ സീറോ. ടാൻ സീറോന്റെ വാല്യൂ എത്രയാണ്? 0. ടാൻ 0.001 വാല്യൂ എത്രയാണ്? 0.0000. അങ്ങനെ. അപ്പൊ ഫോർ എ സ്മോൾ ആംഗിൾ എത്രയാണോ ആ ആംഗിൾ എടുക്കുന്നത് സെയിം തന്നെ ആയിരിക്കും ആ വാല്യൂ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ടാൻ തീറ്റ ഫോർ എ സ്മോൾ ആംഗിൾ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, സോ ടാൻ തീറ്റയ്ക്ക് നമുക്ക് കൊടുക്കാം തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ എൽ. ഇതാണ് അവിടുത്തെ എന്ത്, നമ്മുടെ ഷിയർ സ്ട്രെയിൻ. ക്ലിയർ ആണോ? ദാറ്റ് മീൻസ് എത്രയാണ് അവിടെ ഉണ്ടാകുന്ന ആംഗുലർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ആംഗുലർ ചേഞ്ചസ് സെയിം ആയിട്ട് അതാണ് എന്താ പറയുക, ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് സ്ട്രെസ്സിന്റെ എന്താണ്, ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും. ഫസ്റ്റത്തെ എന്തായിരുന്നു? നോർമൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെയിൻ. ഓക്കെ, ഇത് ജനറൽ ആയിട്ട് പറഞ്ഞ രണ്ട് സ്ട്രെസ്സും സ്ട്രെയിൻ. ഇനി കോമൺ ആയിട്ട് വരുന്ന ഒരെണ്ണമാണ്, ഇത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ, ബെൻഡിങ് ഉണ്ട്, ടോർഷനിലുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച്. ഇനി നമുക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ആണ് വോളിയോമെട്രിക് സ്ട്രെസ്സും വോളിയോമെട്രിക് സ്ട്രെയിനും. ഈ വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പേര് മനസ്സിലാക്കണം. നേരത്തെ ഒരു സിംഗിൾ ഡയമെൻഷൻസിലായിരുന്നു, ഒരു വി വോളിയം ഉള്ള ഒരു സ്ഫിയർ ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ സാധാരണ ഈ വോളിയോമെട്രിക് സ്ട്രെസ് ഒക്കെ വരുന്നത് ലിക്വിഡിന്റെ കണ്ടീഷൻസിലാണ്, അല്ലെങ്കിൽ ലിക്വിഡ് കണ്ടീഷൻ, സോളിഡിലും വരും, 3 ഡയമെൻഷണൽ കണ്ടീഷനിൽ 3 ഡയമെൻഷണൽ ഫോഴ്സ് ആണ്. എവറി ഡയറക്ഷനും എവറി എക്സ് വൈ ഇസഡ് ഡയറക്ഷനും ഈക്വൽ ഫോഴ്സസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വോളിയത്തിൽ ഉണ്ടാവുന്ന എന്താണ്, കോൺസ്റ്റന്റ് വേരിയേഷൻ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇറ്റ്സ് ആക്ച്വലി എ കംപ്രസീവ് സ്ട്രെസ്, ഇറ്റ്സ് എ കംപ്രസീവ് ഫോഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? സോ ഈ പി എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ ഒരു സ്ട്രെസ്സിനെയാണ് ആ പർട്ടിക്കുലർ വോളിയം, ആ ടോട്ടൽ സർഫസ് ഏരിയയിലേക്ക് കൊടുക്കുന്ന ആ പി എന്ന് പറയുന്ന ലോഡ്, ആ പി ഡിവൈഡ് ബൈ ഏരിയ, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, വോളിയോമെട്രിക് സ്ട്രെസ്. ശ്രദ്ധിക്കണം, അവിടെ വോളിയത്തിൽ ഉണ്ടാവുന്ന വേരിയേഷൻ, ദ ഓൾ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈക്വൽ പ്രഷർ അല്ലെങ്കിൽ ഈക്വൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, നമ്മുടെ എന്ത് പറയുന്നത്, വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ നോൺ ആസ് ബൾക്ക് സ്ട്രെസ്. വെരി ഇമ്പോർട്ടൻറ്റ്, ബൾക്ക് സ്ട്രെസ് എന്ന് നമ്മൾ തന്നെ പറയും. വോളിയോമെട്രിക് സ്ട്രെസ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ബൾക്ക് സ്ട്രെസ്. പേര് നോട്ട് ചെയ്യാം. ഈസ് ദ സ്ട്രെസ് ദാറ്റ് സ്റ്റേറ്റ് വേർ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് യൂണിഫോംലി. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ, എനി ഡയറക്ഷനിൽ യൂണിഫോം ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻ ഓൾ ഡയറക്ഷൻ കോസിങ് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഒബ്ജക്ട്. അങ്ങനെ ഒരു യൂണിഫോം ഫോഴ്സ് ഇൻ എവറി ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു യൂണിഫോം വേരിയേഷൻ ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ഇറ്റ്സ് വോളിയം. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, വോളിയോമെട്രിക് സ്ട്രെസ്.
സോ ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ ദ കറസ്പോണ്ടിങ് വോളിയോമെട്രിക് സ്ട്രെയിൻ? വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യലി നോക്കിയേ, ഇതാണ് നമ്മുടെ ഇനീഷ്യൽ വി വോളിയം ഉള്ള നമ്മുടെ ബോഡി. ഇതിലേക്ക് ഞാൻ ആ പി എന്ന് പറയുന്ന ഒരു വോളിയോമെട്രിക് സ്ട്രെസ് ഇൻ ഈക്വൽ ഡയറക്ഷൻ ഫോർ ഓൾ ഡയറക്ഷൻ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഇൻ ഓൾ ഡയറക്ഷൻ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കും, അതിന്റെ വോളിയം ചുരുങ്ങുന്നു, ആണല്ലോ, ചുരുങ്ങുന്നു. സോ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് വി ഡാഷിലേക്ക് മാറി എന്ന് വിചാരിക്കുക. ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് വി ആണ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം? വി മൈനസ് വി ഡാഷ്. ഞാൻ അതിന് ഡി വി എന്ന് കൊടുത്തു. ഓക്കെ, so what is the basic definition of volumetric strain? It is the change in dimension by original dimension. What is the dimension mentioned here? അവിടെ വോളിയം എന്ന് പറഞ്ഞ ഡയമെൻഷൻ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡി വി ആണ്, ഒറിജിനൽ ഡയമെൻഷൻ വി ആണ്. സോ ഡി വി ഡിവൈഡ് ബൈ വി എന്നുള്ള ഈ ഒരു ടേമിനെയാണ് നമ്മുടെ അടുത്ത് എന്ത് പറയുന്നത്? വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് കൂടി റെപ്രസെന്റ് ചെയ്യും, ബിക്കോസ് അത് എപ്പോഴും ഡിക്രീസിങ്, കാരണം കംപ്രസീവ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ആണ് അവിടെ വരുന്നത്, അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിനും. ഏതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്? നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, വോളിയോമെട്രിക് സ്ട്രെസ്. കറസ്പോണ്ടിങ് സ്ട്രെയിൻ എന്ന് പറയുന്നത് നോർമൽ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ, അതുപോലെ തന്നെ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, സോ ബേസിക്സ് ഓഫ് മെക്കാനിക്സ് ഉള്ള ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി വരുന്നത്. നിങ്ങൾക്ക് എടുത്ത സെഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുക. ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. ഓക്കെ, താങ്ക് യു.